ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ആദ്യമേ തന്നെ ആമസോണിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ജെഫ് ബെസൂസ് പുള്ളിക്കാരൻ സ്പേസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് ശരിക്കും ബ്ലൂ ഒറിജിൻ ന്യൂ ഗ്ലെൻ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോക്കറ്റ് അവർ പണിതുകൊണ്ടിരിക്കുന്ന പണിപ്പുരയിലായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാറ്റിക് ഫയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് അത് പരാജയപ്പെട്ടു. ആക്ച്വൽ ലോഞ്ചിങ് ടെസ്റ്റൊന്നുമല്ല, സ്റ്റാറ്റിക് ഫയർ ടെസ്റ്റാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് വലിയ തീഗോളമായിട്ട് അത് ഒരു അപകടത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഫ്ലോറിഡയിൽ ആ എക്സ്പെരിമെൻ്റ് സ്റ്റേഷനിൽ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള തീഗോളമായിട്ട് അത് കത്തി അമരുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വലിയ ഫയർ ബോൾ. ആ വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും ചാടിക്കയറി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല അത്. ശരിക്കും അതിന് വളരെയധികം ഹാർഡ് വർക്കും വളരെ നീണ്ട എക്സ്പീരിയൻസ് ആവശ്യമുള്ളൊരു ഫീൽഡാണത്. നമ്മളുടെ ISRO ടീം മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ എത്രമാത്രം അഭിനന്ദിച്ചാലും മതി വരില്ല. ഓരോ ടെക്നോളജിയും അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയി ചെകഞ്ഞ് അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തിയെടുത്ത്, കാരണം അത് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് വരുമാനം നേടിത്തരികയും അതുപോലെ തന്നെ ISRO സ്റ്റാൻഡ് അലോൺ ഇറ്റ് സെൽഫ് അതൊരു പ്രത്യേക ഏജൻസി ആയിട്ട് അവരുടെ വരുമാനം കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു പ്രാപ്തി ഇന്ന് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള അധ്വാനം ചെറുതല്ല. ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ അധ്വാനം വളരെ വലുതാണ്. ഞാൻ ഈ സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം, വിക്രം സാരാഭായ്, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് പേരെടുത്ത് പറയാനുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളൊരു അപകടം ആമസോൺ ജെഫ് ബെസോസിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്പേസ് പ്രോജക്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ചൈന അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അത് തികച്ചും അവരുടെ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഷിങ്ജിയാങ് പ്രൊവിൻസ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗൻസു എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ രണ്ട് സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ രണ്ടും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇത് അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റി 80 മിലിറ്ററി കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ട്. ഒക്ടഗോൺ ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. അതിനെ ചുറ്റാകെ ഈ ബിൽഡിങ്ങുകൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ തോതിലുള്ള മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ. ഈ ന്യൂക്ലിയർ വാർഹെഡുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കേന്ദ്രത്തിൻ്റെ അടുത്ത് ഇത്രമാത്രം മിലിറ്ററി ബിൽഡപ്പിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഈ വാർത്ത എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അമേരിക്കയ്ക്ക് പോലും ഇതറിയില്ല എന്നുള്ളതാണ്. മെയിനായിട്ട് 2-3 കാര്യങ്ങൾ ഈ സാറ്റലൈറ്റ് ഇമേജിലൂടെ കണ്ടെത്തിയതായിട്ട് അവർ പറയുന്നുണ്ട്. അതിനകത്ത് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറാണ് 100% അത് അവർ ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റംസ് അവിടെയുണ്ട്, ബാറ്ററീസ്, അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചറുകളും അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതും മൊബൈൽ മിസൈൽ ലോഞ്ചേഴ്സ് അതവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ഏരിയയെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് ചൈന. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ആണ് ഞാനിവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇച്ചിരി സാറ്റലൈറ്റ് ഇമേജ് ക്യാപ്ചർ ചെയ്തതാണ് ഇവിടെ ഞാൻ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോസ്. റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ഡെവലപ്മെൻ്റ് ആണ്. റഷ്യ തുടരെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതിൽ ഇന്നലെ മാത്രം ഏതാണ്ട് ഓവർനൈറ്റ് 233 ഡ്രോണുകളാണ് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിച്ചത്. അതിൽ 217 എണ്ണം ഉക്രൈൻ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഡെബ്രി പതിച്ചതിൽ, ഈ ഡ്രോൺ ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ വന്ന ഡെബ്രി പതിച്ചതിൽ 7 സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്കന്ദർ MS-400 കാറ്റഗറിയിൽ വരുന്ന മിസൈലുകളും റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. 14 സ്ഥലങ്ങളിലേക്ക് മിസൈൽ പതിച്ചിട്ടുണ്ട്. പരമാവധി ഉക്രൈൻ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും മിസൈൽ പതിച്ച് വൻ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സെപ്പറേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ പരിണിത ഫലമായിട്ട് 2 അഡീഷണൽ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്ന് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റൊന്ന് റൊമാനിയ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തുർക്കിയും നാറ്റോയുടെ ഭാഗമാണ്, റൊമാനിയയും നാറ്റോയുടെ ഭാഗമാണ്. അതായത് ഉക്രൈനിലെ ഒഡീഷ എന്ന് പറഞ്ഞ ആ തുറമുഖത്ത് നിന്നും തുർക്കിയുടെ ഒരു ഡ്രൈ വെസൽ ഉക്രൈൻ്റെ ഒഡീഷ പോർട്ടിൽ നിന്നും തുർക്കിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങവേ ആ തുർക്കിയുടെ കപ്പലിന് മേളിൽ കൃത്യമായിട്ട് റഷ്യയുടെ ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഈ പരിക്കേറ്റ വ്യക്തികളെ ഉക്രൈൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെ എല്ലാം തന്നെ ഉക്രൈൻ ഇവാക്യുവേറ്റ് ചെയ്ത് അവരെ സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്പർ 1 ഇഷ്യൂ. അടുത്ത ഇഷ്യൂ, റഷ്യയുടെ ഒരു ഡ്രോൺ റൊമാനിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ ചെന്ന് പതിച്ചിട്ടുണ്ട്.
ആ പതിച്ചതിലും അപകടങ്ങൾ 5 പേർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യരാഷ്ട്രങ്ങളും ഇപ്പം ഇതിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങും, ഞങ്ങൾ റഷ്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തുമെന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, ഇത് ഡയലോഗ് മാത്രമാണ്. ഇതിനു മുമ്പും ഇതേപോലെയുള്ള ബൈ മിസ്റ്റേക്കൻ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട് റഷ്യയുടെ സൈഡിൽ നിന്നും. ഉക്രൈൻ്റെ ഉള്ളിലേക്ക് പോളണ്ടിൻ്റെ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് വരെ ആക്രമണങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെങ്ങും ഒരു രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും നാറ്റോ രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ 21ാമത് സാങ്ഷൻ ആ ഒരു ചാർട്ട് യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണറായിട്ടുള്ള ഉർസുല ഫോൺ ഡർ ലൈൻ അവർ പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. 21ാമത്തെ സാങ്ഷൻ റഷ്യയ്ക്ക് മേലിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പിൽ ഇന്ത്യ ഒരു കാര്യം നേടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, LNG സപ്ലൈ നോർവേയിൽ നിന്നും ഇന്ത്യക്ക് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കപ്പൽ നീങ്ങിക്കഴിഞ്ഞു, ഇന്ത്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് LNG വെസൽ. ഇപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, LNG ആയാലും ശരി തന്നെ, ഓയിൽ ആയാലും ശരി തന്നെ, അത് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് ഇന്ത്യ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് നോർവേയിൽ നിന്നും ഈ സമയത്ത് LNG ഷിപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൂടി സൂചിപ്പിക്കാനുള്ളത്, അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ പരാജയമാണ്. ഇതിങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതേ റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സോവിയറ്റ് എറയിൽ ശക്തമായ രീതിയിലുള്ള കൂട്ടുകെട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ റഷ്യയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒഴിപ്പിക്കാനും ഈ മരുന്ന് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ, ഒപ്പിയംസ്, മയക്കമരുന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം പിടിച്ചടക്കാനും പലതരത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക മുജാഹിദീൻ എന്ന് പറഞ്ഞൊരു ടീമിനെ ഇറക്കി പാകിസ്ഥാൻ്റെ ഉള്ളിലൂടെ താലിബാനികളെ പ്രോത്സാഹിപ്പിച്ച് ഇവർ സോവിയറ്റ് റഷ്യയെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത്തരത്തിലുള്ള യുദ്ധത്തിൻ്റെ ഇടയിലാണ് തീവ്രവാദം തഴച്ചു വളരുന്നത്. അമേരിക്ക കണ്ടില്ല എന്ന് നടിച്ചു. അതിൻ്റെ പ്രത്യാഘാതമാണല്ലോ പിന്നീട് അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങളൊക്കെ 9/11 ഒസാമ ബിൻ ലാഡൻ അടിച്ചിട്ടത്. അതൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എന്നാലും ഇത് അമേരിക്കയുടെ പരാജയമാണ്. കാരണം ഇപ്പോൾ അതേ താലിബാനികൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുകയും അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം മുഴുവനും അമേരിക്കയുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കുകയും എന്നിട്ട് അതേപോലെ പഴയതുപോലെ റഷ്യയുമായിട്ട് ചങ്ങാത്തം കൂടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതും ഡിഫൻസ് കോപ്പറേഷൻ ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. മോസ്കോയിൽ വെച്ചിട്ടാണ് ഇന്ന് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ ആ സൂപ്പർ പവർ ഡിക്ലൈൻ ചെയ്യുന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇറാൻ്റെ ഉള്ളിൽ ഒരു ഫേക്ക് ന്യൂസ്, സദൻ ഇറാനിൽ ജാം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ശരിക്കും അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ്, അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റിനെ ഇറാൻ അടിച്ചു വീഴ്ത്തിയതായിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ് ഇറാൻ മീഡിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ സെൻകോം അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റ് ആ മേഖലയിൽ യാത്ര നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. സെൻകോം ഇതിനെ ഡിനൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതേസമയം സെൻകോം അംഗീകരിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. അത് യമനിൽ ഒരു MQ-9 റീപ്പർ ഡ്രോൺ ഹൂത്തികൾ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് അടിച്ചു വീഴ്ത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത അമേരിക്ക കൺഫേം ചെയ്യുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ സൈത്തൂൻ ബറ്റാലിയനിൽപ്പെട്ട ജനറൽ ഹസൻ ഹുസൈൻ അസ്ലിം എന്ന് പറഞ്ഞ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് IDF ഗാസയ്ക്കുള്ളിൽ. അതുപോലെ IDF ഓവർനൈറ്റ് അറ്റാക്ക് ലെബനൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് സൗത്ത് ലെബനൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് IDFൻ്റെ 32 ബറ്റാലിയൻ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കൺഫർമേഷൻ നെതന്യാഹു കൊടുത്തിട്ടുണ്ട്. നെതന്യാഹു സദൻ ലെബനാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ വിസിറ്റ് നടത്തിയ സമയത്താണ് അവിടെ നിന്ന് നെതന്യാഹു തന്നെയാണ് ഇത് കൺഫേം ചെയ്തത്. IDFൻ്റെ 32 ബറ്റാലിയൻ ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് ലെബനൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഹെസ്ബുള്ളയുടെ ഡ്രോൺ അറ്റാക്കിംഗ് പവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി IDF പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് അവർ തുടർച്ചയായിട്ട് ഒരു 3 ദിവസങ്ങളുടെ നമ്പേഴ്സ് വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 25, 26, 27 ദിവസങ്ങളിൽ കുറഞ്ഞു വരികയാണ് നമ്പേഴ്സ്. 5 മുതൽ 11, 5 മുതൽ 13, 5 മുതൽ 11 എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ പെർ ഡേ അവർ അയക്കുന്ന ഡ്രോണുകളുടെ എണ്ണം തീരെ കുറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, ഫൈനാൻഷ്യൽ മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത് ഇറാന് സാങ്ഷൻസ് റിലീഫ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ടേബിളിലുണ്ടോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിനെ വളരെ മനോഹരമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി. നത്തിങ് ഓൺ ദ ടേബിൾ. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ടേബിളിലില്ല.
ടേബിളിൽ ഉണ്ടാവും. എപ്പോഴാണെന്ന് പറഞ്ഞാൽ അവർ അമേരിക്ക കൊടുത്തിരിക്കുന്ന പ്രൊപ്പോസൽ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ വളരെ ഫ്രീ ആയിട്ട് എപ്പോഴാണ് അവർ ഓപ്പൺ ചെയ്യുന്നത്, അപ്പം മുതലാണ് ഇറാൻ്റെ വിഷയങ്ങൾ ടേബിളിലേക്ക് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇതിനകത്ത് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നാണ് അമേരിക്കയുടെ ട്രഷറിയുടെ സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചത്. Just to follow up on that, because it's our understanding that the U.S. has committed to discussing the matter of sanctions relief during this negotiation period. So just to be clear, is sanctions relief for Iran on the table? Again, it is a multifaceted agreement, and nothing is going to be on the table until we see the Strait of Hormuz open and the Iranians agree that they have to turn over the highly enriched uranium and that they can't have a nuclear program. And to be clear here, that this administration, President Trump has done something. ഇറാന്റെ പാർലമെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എൻറിച്ച്ഡ് യുറേനിയം ഒരു തേർഡ് പാർട്ടി കൺട്രിയിലേക്ക് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു റെസൊല്യൂഷനാണ് ഇറാന്റെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. അതുപോലെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മിസൈൽ കൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, റേദർ ഡയറക്റ്റ് നെഗോസിയേഷൻ. അവർക്ക് നെഗോസിയേഷനേക്കാളും താല്പര്യം മിസൈൽ കൊണ്ട് സംസാരിക്കാനാണ് താല്പര്യമെന്നാണ് ഗാലിബാഫ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. IRGCയുടെ നിലപാടാണ് പുള്ളിക്കാരൻ വിളിച്ചു പറയുന്നത്. ഇസ്രായേൽ സദൻ ലെബനാനിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എയർ സ്ട്രൈക്ക് ആണ്, ആർട്ടിലറി ബോംബിംഗ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. الله أكبر شو هالغارة هي يا ويلاه. محمد العبد محمد الخير يا علي يا علي محمد العبد سليم يا اخي واحدين يا علي. വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.